ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ്. ഒരു മോഡൽ സ്കേർട്ടും ഒരു ടോപ്പും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് സ്കേർട്ടാണ്. സ്കേർട്ട് നമ്മൾ എടുക്കുമ്പോൾ 2 പീസായിട്ടാണ് സ്കേർട്ടിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്കേർട്ടിൻ്റെ ലെങ്ത് പറയാം കേട്ടോ. സ്കേർട്ടിന് ലെങ്ത് സാധാരണഗതിയിൽ നമുക്ക് 10 ഇഞ്ചാണ് വരുന്നത് കേട്ടോ, സ്കേർട്ടിൻ്റെ ലെങ്ത്. പക്ഷേ ഈ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടരുത്. അതായത് കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് വൃത്തികേട് വരും, ഒത്തിരി ഓവറായി കഴിഞ്ഞ്. ഇത് അങ്ങനത്തെ സ്കേർട്ടാണ്, അധികം ലെങ്ത് വന്നു കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പോൾ ഇത് 2 പീസായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സ്കേർട്ട് ഞാൻ 2 പീസായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ മോളിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബെൽറ്റ് എലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് സ്കേർട്ട് ഞാൻ ഉദ്ദേശിക്കണം. ഇതാണ് സ്കേർട്ട് ഉദ്ദേശിക്കണം. ഇത്ര ലെങ്തേ ആകാൻ പാടുള്ളൂ. അപ്പോൾ മുകളിലത്തെ പീസിൽ നമുക്ക് മടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കി. അപ്പോൾ അതിന് മുമ്പ് ലെങ്ത് ഞാൻ 10 ഇഞ്ച് പറഞ്ഞു, അരവണ്ണം എന്ന് പറയുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. ഈ 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചെസ്റ്റും വേസ്റ്റും പിന്നെ അതുപോലെ തന്നെ സീറ്റും എല്ലാം 22 ഇഞ്ചേ വരുള്ളൂ കേട്ടോ. പിന്നെ പല അളവിലെ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ വണ്ണം ഉള്ളവരുണ്ടാകാം, വണ്ണക്കുറവ്. അവർക്കിപ്പോൾ വണ്ണം കൂടുതലുള്ളവർക്കാണ് ഇതിനേലും കൂടിയ മെഷർമെന്റ് എടുക്കുക, കുറവുള്ളവർക്കാണെങ്കിൽ അതുപോലെ മെഷർമെന്റ് എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ സ്കേർട്ടിന്റെ ലെങ്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ മുകളിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഈ മുകളിലത്തെ പീസ് സ്കേർട്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കണ്ടോ, ഇങ്ങനെ എടുക്കാം. ഞാൻ ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പൊ എലാസ്റ്റിക് അടിക്കാൻ വേണ്ടി ഇത്രയും മതി, മടക്കി അടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് മതി. ഓക്കെ, ഇത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് പിന്നെ എനിക്കൊരു 2 ഇഞ്ച് മതി, അല്ലെങ്കിൽ കുറേ ഓവറായി വീതി കൂടി പോകും. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.5 ഇഞ്ച് എടുക്കുകയാണ്, തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് കേട്ടോ. ആ 2.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കണു ആ സ്കേർട്ടിന്റെ. അതായത് ഇങ്ങനെ ഞാൻ കൂടുതൽ ഫ്ലെയർ വന്നു കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് കൂടുതൽ പീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ 22 ഇഞ്ച് ആയപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നോക്കൂ, ഒരു സൈഡിൽ 14 വന്നിട്ടുള്ളൂ. അപ്പൊ 14 14 28 വരുള്ളൂ. 22 ഇതിന് വേണ്ട. അപ്പൊ അധികം ചുരുക്കി ഇവിടെ വരില്ല. ഇനി താഴേക്കുള്ള പീസ് ബോക്സ് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇത് 2.5 എടുത്ത് ടോട്ടൽ നമുക്ക് ഇവിടെ വരുന്ന 4 ഇഞ്ചേ വരുള്ളൂ. ഓക്കെ, അപ്പൊ 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ, ഇത് 4 ഇഞ്ചാണ് വരുന്നത്. 4 or 3.5. കാരണം അതിനൊരു ഭംഗി വരണമെങ്കിൽ രണ്ടും ഒരേ അളവിൽ വന്നു കഴിഞ്ഞാൽ ഭംഗി വരില്ല. അപ്പൊ ഞാൻ 3, ഇത്രയും മതി കേട്ടോ. അത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ വേണം എടുക്കാം. മുകളിലത്തെ പീസിന് വീതി കൂടി കഴിഞ്ഞാൽ താഴത്തെ പീസിനാണ് വീതിയല്ല, നീളം കൂടി കഴിഞ്ഞാൽ താഴത്തെ പീസിനാണ് ലെങ്ത് കൂടുതൽ വരേണ്ടത്. അപ്പൊ അതിനൊരു ആ സ്കേർട്ടിനൊരു ഭംഗിയില്ല. അപ്പൊ ഞാൻ ഈ 4 എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ. ഇവിടുന്ന് മാറ്റിയിട്ട് 2 ഇഞ്ച് ഞാൻ എടുക്കുന്നുള്ളൂ, 2.5 തയ്യൽ തുമ്പിന് എടുക്കുന്നില്ല, 2 മതി. അതിനുശേഷം ഇവിടുന്ന്, കാരണം ഈ പീസിന് ലെങ്ത് വേണം, നമുക്ക് ലെങ്ത് ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോ ടോട്ടല് 10 നമുക്ക് കിട്ടൂല. നമുക്ക് 10ന്റെ ആവശ്യമില്ല, കാരണം ഒത്തിരി ലെങ്ത് വന്ന 10 കറക്റ്റ് ലെങ്ത് വരുന്നത്, സ്കേർട്ട് ലെങ്ത് കുട്ടികളുടെ. പക്ഷേ നമുക്ക് ഈ മിഡിക്ക്, ഇത് മിഡിയാണ്, ഈ മിഡിക്ക് നമ്മൾ കൂടുതൽ ലെങ്ത് എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ടോട്ടൽ നമുക്ക് 8 മതി, 8 or 7.5 നിന്നാൽ മതി കേട്ടോ. അത് കറക്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ 3 എടുത്തു. ഞാൻ നേരത്തെ 3.5 ഇവിടുന്ന് 2.5 എന്നാ പറഞ്ഞാൽ നമുക്ക് വേണ്ട, അത്രയും മതി. അപ്പൊ ഞാൻ ടോട്ടൽ ഇവിടുന്ന് ഇങ്ങനെ 3 എടുത്തു. അതിനുശേഷം ഇവിടുന്ന് 5 എടുക്കുന്നത് കേട്ടോ. 5, ഇത് 5, ഇത് 5. അപ്പൊ നമുക്ക് 3 പീസ് കിട്ടും. 5 or 5.5 എടുക്കാം. പക്ഷെ ആ സ്കേർട്ടിന് ലെങ്ത് കൂടിയാൽ കൊള്ളൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത് കേട്ടോ. ഇത് 3 പീസാക്കി. ഈ 3 പീസാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ 3 ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. തയ്ക്കുന്നത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് എലാസ്റ്റിക് വെക്കാനുള്ള പീസാണ്. അതിനെക്കാട്ടി ലെങ്ത് ഇത് കൂടുതൽ വേണം. ഇത് എലാസ്റ്റിക്കിന് മടക്കിയെടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ഈ തുണി തന്നെ. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് പാൻറ്റും തയ്ച്ചതിന്റെ ബാലൻസ് തുണിയാണ് കേട്ടോ. ബാലൻസ് തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് കട്ട് പീസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കട്ട് പീസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാനത് കാണിച്ചു തരുന്നത്. നമ്മൾ കട്ട് പീസിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അത് വെച്ചിട്ട് അടുത്ത പീസ് നമ്മൾ മുറിച്ചെടുത്തു. കുഞ്ഞു പിള്ളേർക്ക് തയ്ക്കാൻ കട്ട് പീസ് മതി. വലിയവർക്ക് പോലും നമ്മൾ കട്ട് പീസിൽ തയ്ക്കാറുണ്ട്. അതായത് വെട്ടിയെടുത്തതിന്റെ ബാലൻസ് തുണിയാണിത്. ഇത് പാൻറ്റോ കോട്ടോ ഏതാണ്ട് തയ്ച്ചതിന്റെ ബാലൻസ് തുണിയാണ് വന്നേക്കുന്നത്. കണ്ടോ, ഈ 3 പീസ് ജോയിൻ ചെയ്ത് നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇടണം. ഇതാണ് നമ്മുടെ സ്കേർട്ടിന്റെ പീസുകൾ. ഓക്കെ, അപ്പൊ സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പീസുകൾ എടുത്തു കഴിഞ്ഞു. ഇത് 3 പീസ്, ഇത് മുകളിലത്തെ പീസ്. അപ്പൊ അത് നമ്മൾ മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് ടോപ്പാണ്. ഇതും അതുപോലെ തന്നെ കട്ട് പീസാണ്. നമ്മൾ കട്ട് ചെയ്തതിന്റെ ബാലൻസ് പീസാണിത് കേട്ടോ. നിങ്ങൾ ഒരു പീസും കളയരുത്, സൂക്ഷിച്ചു വെക്കണം. ഇത് നമ്മൾ ഇതും എടുക്കുന്നത് ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ ലെങ്ത് വരുന്നതും ടോപ്പിന്റെ ലെങ്ത് നമുക്ക് വരുന്നത്, ഇതിന് അധികം ലെങ്ത് കൊടുത്താൽ വൃത്തികേടാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ. കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ട് ഇങ്ങനെ വളരെ ചെറുതായിട്ടിരിക്കുന്നതാണ്. ഷോർട്ട് ടോപ്പുകളൊക്കെയാണ് നല്ലത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഒരു ബെൽറ്റ് കൊടുത്തിട്ട് ബാക്കില് ബോയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു, അതായത് ചുമ്മാതെ സ്ക്വയർ പീസ് കണ്ടോ, ഇങ്ങനെ സ്ക്വയർ പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് അത് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിൽ സിബ് കൊടുക്കുകയോ അല്ല കെട്ടായിട്ട് കൊടുക്കുകയോ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ എലാസ്റ്റിക് കൊടുത്തും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമുക്ക് എലാസ്റ്റിക് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ചുമ്മാതെ എലാസ്റ്റിക് കൊടുത്തിട്ട് മുകളിലൊരു ബെൽറ്റ് കൊടുക്കുക, മുകളിലും എലാസ്റ്റിക് താഴെ എലാസ്റ്റിക് കൊടുക്കാം. അത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അപ്പൊ നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടി മടക്കണം. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ തുണി എടുക്കേണ്ടി വരും. അതല്ല എലാസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാതെ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് പല രീതിയിൽ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ആ എലാസ്റ്റിക്കിൽ ചെയ്യാൻ തോന്നിയില്ല. കാരണം ഇത് പിന്നെ അക്കോബയുടെ തുണിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഇതായിട്ട് തോന്നും. ഇങ്ങനെ ഇച്ചിരി കട്ടിയുള്ള തുണിയല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴേക്കും അതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അല്ലാത്ത കട്ടിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന തയ്ച്ചു വരുമ്പോൾ നമുക്ക് 6 ഇഞ്ച് മതിയാവും. അപ്പൊ 6 ഇഞ്ച് മതിയെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ അതിന് 1/2 ഇഞ്ച് കൊടുക്കുക കേട്ടോ. 6 കൊടുത്തതിന് ശേഷം അതിന്റെ വണ്ണം എന്ന് പറയുന്നത് 22 ഞാൻ പറഞ്ഞു. അപ്പൊ 22ന്റെ കൂടെ നമുക്ക് 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 5.25 5.5 നമുക്ക് വരുന്നത്. 5.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ 6 ഇഞ്ച് ലൂസ് കൂട്ടുക. 22ന്റെ കൂടെ 6 ഇഞ്ച് ലൂസ് കൂട്ടുക. 22ഉം 6ഉം ഈ നീല കൊണ്ട് വരച്ചു കഴിഞ്ഞാലേ നമുക്ക് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഈ നീലയൊക്കെ കൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയെന്ന് വരത്തില്ല ചോക്ക്. ഈ ചോക്ക് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാനും ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴും തയ്ച്ചു കൊടുക്കുമ്പോൾ, ഓരോരുത്തർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ചിലപ്പോൾ പോയെന്ന് വരത്തില്ല. അയൺ ചെയ്യുമ്പോൾ ഈ ചോക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് 22ന്റെ 6 കൂട്ടിയും ചെയ്യാം. അതല്ലെങ്കിൽ 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഏതായാലും കറക്റ്റ് ആണ് കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പ്രിൻസസ് കട്ട് പോലെ നേരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊരു ഭംഗിയായിട്ടിരിക്കും. അതല്ല പ്ലെയിൻ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പറയുന്നത് ചിലപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഓരോന്നും ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഇതിന്റെ അളവെടുക്കാം. 5.5 1.5.
7 ഇഞ്ച് എടുത്തു. ഓക്കെ. പിന്നെ നമ്മളിവിടെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം, കാരണം അപ്പോൾ തയ്യൽ തുമ്പ് കൂടുതൽ വേണം. നേരെ ഇങ്ങനെ പീസ് എടുക്കുക. കണ്ടോ? പീസ് എടുത്തിട്ട് നമുക്ക് ബെൽറ്റ് കൊടുത്താൽ മതി. 2 സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 സൈഡും കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് ലൈനിങ്ങും നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്നത് 2.25 2.25 കട്ട് ചെയ്യുന്നത്. എന്നാലേ തയ്ച്ച് കഴിയുമ്പോൾ അവർക്ക് ആ നേരെയുള്ള പീസിൽ വരുള്ളൂ കേട്ടോ. കട്ട് ചെയ്തത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പ്രത്യേകം ഇങ്ങനെ ചുമ്മാതെ ഞാൻ സ്ക്വയർ പീസേ എടുക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്, പക്ഷെ അതിന് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. കണ്ടോ? അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് 4 പീസായി. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഓരോന്നിങ്ങനെ നോക്കാം. ഇത് സൈഡിലത്തെ പീസാണ് കേട്ടോ. ഇത് ഫ്രണ്ട് പീസാണ്. ഇത് നമുക്ക് ഓരോന്നിങ്ങനെ ജോയിൻ ചെയ്ത് ഇത് ബാക്കിലത്തെ പീസ്. കണ്ടോ? ഇങ്ങനെ ജോയിൻ ചെയ്യും. ഞാനിപ്പോൾ കണ്ടോ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തയ്ച്ചെടുത്തു കണ്ടോ. ഇനി ബാക്കിൽ 3 പീസ് ഞാൻ ജോയിൻ ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമുക്ക് ബെൽറ്റ് അടിക്കണം. അതുപോലെ തന്നെ ബാക്കിൽ സിപ്പ് കൊടുക്കണം. കൊച്ചു കുട്ടികളാണ്, അപ്പോൾ അവർക്ക് നമുക്ക് സിപ്പ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സിപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ സിമ്പിൾ, വളരെ സിമ്പിളാണ്. കഷ്ണം പീസുകൾ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് ഇനി അടുത്തത് ബെൽറ്റ് കൊടുക്കുന്നത്. ബെൽറ്റ് നമുക്ക് വീതിയുള്ള ബെൽറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അത് ഒന്നുകിൽ സ്ട്രാപ്പായിട്ട് ഇങ്ങനെ ബെൽറ്റ് കെട്ടാതെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കെട്ടുന്നതായിട്ട് കൊടുക്കുക. അത് ചില കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകരുത്. ചില കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഹൈറ്റിന് വ്യത്യാസം വരുന്ന കുട്ടികൾ കാണും. നമുക്ക് കൃത്യമായ അളവുകൾ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കെട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഏത് മോഡലാണെങ്കിലും ഇത് നല്ലതാണ്. എന്നിട്ട് ബാക്കിൽ ഒരു ബോയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ബോയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് ഇനി ഇത് ജോയിൻ ചെയ്തിട്ട് ആ ബെൽറ്റ് പിടിപ്പിക്കുന്നത് നോക്കാം. ഇത് നമുക്കിങ്ങനെ ബോ വെച്ച് കൊടുക്കാനാണ്. പല രീതിയിൽ നമുക്ക് എടുക്കാം. ഞാനിങ്ങനെ എടുത്തേക്കുന്നത് നീളത്തിലൊരു പീസ് കേട്ടോ, ഉള്ള പീസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ കണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കാം. ബോ വെക്കുന്ന പല രീതിയിൽ നമുക്ക് വെക്കാം. ഫ്ലവർ പോലെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു പീസ് കണ്ടോ, അതിനെ അത് അവിടെ ഇരുന്നോട്ടെ. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയും. ഇത് കണ്ട് ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നമ്മൾ കോണായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്ക് ഇവിടെ നമ്മൾ പിന്നെ ഹാൻഡ് സൂചി കൊണ്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കണതാണ് കേട്ടോ. എന്നിട്ട് ഇതും വെച്ച് കൊടുക്കുക. അപ്പം നല്ല ഫ്ലവറായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, വെച്ചതിന് ശേഷം കാണിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയാൽ ഞാൻ ഈ ബെൽറ്റ് പിടിപ്പിച്ചേക്കാണ്. ഇത് ബാക്കിലാണ്. ബാക്കിൽ നമ്മൾ സിപ്പിന് വേണ്ടിയിട്ട് പീസ് വിടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത ചരട് ഇതുണ്ടോ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അവിടെ വെച്ച് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ക്രോസ് പീസ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ മറിച്ചടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ വരും. ഓക്കെ, കണ്ടോ ഇങ്ങനെ വരും. ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലും കണ്ടോ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ആ പോയിന്റിൽ തന്നെ വരും. അത് ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതല്ല ചെറിയ ബെൽറ്റ് മതിയെങ്കിൽ ആ ബെൽറ്റ് ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൽ നൈസാണെങ്കിൽ ഇങ്ങനെ തീരെ നൈസായിട്ട് നമ്മൾ ചരട് കയറ്റി വലിച്ചെടുക്കുമല്ലോ, അങ്ങനത്തെ ആയാലും മതി. എന്നിട്ട് താഴെയും ക്രോസ് പീസ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടോ സൈഡ് കൂട്ടുക, എന്നിട്ട് താഴെയും ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുക്കുക. ഓക്കെ, ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. കണ്ടോ ഞാൻ ബോ വെച്ചിരുന്നത് ഫ്രണ്ടിലാണ്. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, കണ്ടോ ടോപ്പ് കഴിഞ്ഞു. കുഞ്ഞി പിള്ളേർക്ക് ഇടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്കർട്ട് അടിക്കാം. ഇത് ഞാൻ എലാസ്റ്റിക് ഇട്ടു ആ മുകളിലത്തെ പീസ് കണ്ടോ. ഇനി മറ്റേതെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ പീസും ജോയിൻ ചെയ്തു, ആ 3 പീസും ജോയിൻ ചെയ്തു. ഇനി ഇത് ബോക്സിൽ ഇട്ടിട്ട് ഇതിലോട്ട് പിടിപ്പിക്കും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് ലേസ് വെച്ച് കൊടുക്കാം. വൈറ്റ്, നമ്മളത് വൈറ്റാണ് ചെയ്തുകൊണ്ട് വൈറ്റ് ലേസ്. ഓക്കെ, നമ്മൾ ഡ്രസ്സ് തയ്ച്ച് ലേസൊക്കെ കൊടുത്തേക്കാണ്. സ്കേർട്ട് ബോക്സ് ഫിറ്റ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ബോയ്ക്ക് വെച്ച്. ഓക്കെ, ഓക്കെ, താങ്ക് യു.